ഹലോ നമസ്കാരം. സൈബീരിയയിലെ അതിശൈത്യത്തിൽ നിന്ന് രക്ഷ നേടി 5000-ലധികം കിലോമീറ്റർ പറന്ന് ഖത്തറിന് ഹൃദയ തീരത്ത് വിരുന്നെത്തിയ ദേശാടന കിളികൾ സീഗൾസ്. നവംബർ മുതൽ മാർച്ച് വരെ -30 മുതൽ -40 ഡിഗ്രി വരെ തണുത്തുറയ്ക്കുന്ന യൂറോപ്പിലെ പല ഭാഗങ്ങളിൽ നിന്നും ഏഷ്യൻ വൻകര വഴി ആഫ്രിക്കയിലേക്കുള്ള യാത്രാമധ്യേ വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും അഭയം തേടിയ ഒരിടമാണ് ഖത്തറിലെ മീന പോർട്ട്. നൂറ്റാണ്ടുകളായി ഖത്തറി സംസ്കാരവുമായി അനിഷേധ്യ ബന്ധമുള്ള ഈ ദേശാടന കിളികളുടെ സീസൺ വരവിനെ ഇവിടുത്തുകാർ ഹൃദയപൂർവ്വം സ്വീകരിക്കാറുണ്ട്. ഖത്തറിലെ തദ്ദേശീയരായ ബദിയനികൾ പണ്ടുകാലത്ത് ഫാൽക്കൺ പക്ഷികളെ ഉപയോഗിച്ച് ഇത്തരം ദേശാടന കിളികളെ വേട്ടയാടൽ പരിശീലിപ്പിക്കൽ ഉണ്ടായിരുന്നത്രേ. ഇന്ന് ഇവയെ വേട്ടയാടുന്നതും ഉപദ്രവിക്കുന്നതും ക്രിമിനൽ കുറ്റമായി കണക്കാക്കുന്നു. പണ്ടുകാലത്ത് മരുഭൂമിയിൽ ജീവിച്ചിരുന്നവർക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാനും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് മീൻ ചാകര എവിടെയെന്ന് കണ്ടെത്താനും ഒരു വ്യക്തമായ ഉപാധിയാണത്രേ ഇവരുടെ വരവ്. ഖത്തറിൻ്റെ നീലാകാശം ഈ ദേശാടന കിളികൾക്ക് വെറുമൊരു പാത മാത്രമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി ഈ മണ്ണിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ അതിഥികളെ ഖത്തർ നിവാസികൾ എല്ലാ ആതിഥ്യ മര്യാദയോടെയും സ്വീകരിക്കുകയും ആനയിക്കുകയും അവസാനം യാത്രയാക്കുകയും ചെയ്യുന്നു. മറ്റൊരു മടങ്ങി വരുന്നത്.